രാവിലെ ഒരു വാർത്ത കേട്ടു. കാമുകിയെ പഠിപ്പിച്ച് ടീച്ചറാക്കി. ടീച്ചറായി കഴിഞ്ഞപ്പോൾ കാമുകനെ തേച്ച് കാമുകി പോയി. ആ വിഷമത്തിൽ കാമുകൻ ആത്മഹത്യ ചെയ്തു. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും ആ കാമുകൻ എന്തൊരു മണ്ടനാണെന്ന്, അല്ലെ? ഒരുത്തിയില്ലെങ്കിൽ നൂറ് പേര് വേറെ ഉണ്ട്. എന്തിനാണ് ആ മന്ദബുദ്ധി, ആ മണ്ടൻ ആത്മഹത്യ ചെയ്തതെന്ന്? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. അയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അയാൾ നരയിക്കുമായിരുന്നു. അത് ഞാൻ വിശദീകരിച്ച് പറയാം. അതിനു മുമ്പ് ഒരു സൂചന തരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. ഹാഷ്മിയെ 24 പിടിച്ച് അകത്തിട്ടിട്ടില്ല, കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞിരുന്നു. ഇനി കസ്റ്റഡിയിൽ പോലീസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഹാഷ്മിയൊക്കെ വിട്ടയച്ചാണോ എന്ന് എനിക്കറിയില്ല. അതവിടെ. ഇനി എന്റെ അഭിപ്രായം ഞാൻ പറയാം. അത് ഇവിടെ പറയുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോയും എല്ലാവരും കാണാതെ എന്റെ അഭിപ്രായം ഇത് മാത്രമാണ് എന്ന് കരുതി ചിലർ പ്രതികരിക്കുന്നത് കൊണ്ടാണ്. അതായത് ഒരു പൊതുപ്രവർത്തകൻ ഇത്തരത്തിൽ ഉള്ള ഒരു പേരുദോഷം കേൾപ്പിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തെറ്റ് തന്നെയാണ്. ഇനി അതിന്റെ ഒരു അഭിപ്രായം പറയുന്നത്, അത് മാത്രമല്ല, ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര വലിയ തെറ്റായാലും അത് തിരുത്തി നന്നായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരത്തിലുള്ള കള്ളന്മാർ ഇവിടെ പുസ്തകം എഴുതിയിട്ടുമുണ്ട്, അവരെ മഹാന്മാരായി വാഴ്ത്തിയിട്ടുമുണ്ട്, ചാനൽ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ആ സമയത്തും അവരെ ആക്ഷേപിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അയാളെങ്ങനെ കള്ളനായി, അയാളെങ്ങനെ MLA ആകാൻ നോക്കി, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു ചെറുപ്പക്കാരൻ ഇത്തരത്തിലൊരു സംഭവം സംഭവിക്കുന്നത് ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് മറ്റൊരാളൊരു കാരണം പറഞ്ഞു. എന്താണ്? രണ്ടുപേരും വിചാരിക്കാതെ ഇത്തരത്തിലൊരു സംഭവം നടക്കില്ല എന്ന്. ഏത് ഇത്തരത്തിലൊരു സംഭവം? ഒരു നോർമൽ പീഡനവും മറ്റു കാര്യമല്ല പറയുന്നത്. ഇനി എന്തിനാണ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ അയാളുടെ ജീവിതം കോഞ്ഞാട്ടായി പോയനെ. അതായത് ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല. ഇയാള് ഈ പെണ്ണിനെ പ്രേമിച്ച് ആ പെണ്ണിനെ പഠിപ്പിച്ച് അവസാനം ടീച്ചറാക്കി. ഇത് ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചല്ലോ, എത്രയോ വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അത്രയും വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ടായിട്ടുണ്ടാവും. പലയിടങ്ങളിലും ടൂർ പോയിട്ടുണ്ടാവും, പലയിടങ്ങളിലും ചിലപ്പോൾ താമസിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ശാരീരിക ബന്ധമെല്ലാം നടന്നിട്ടുണ്ടാവും. ഇതെല്ലാം നടന്നിട്ടുണ്ടാവും. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ടീച്ചറായി കഴിഞ്ഞപ്പോൾ ഇവന്റെ സ്റ്റാൻഡേർഡ് പോരാ. അപ്പൊ സ്വാഭാവികമായിട്ടും അവനെ ഒന്ന് തേച്ചു. പിന്നെ ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അടുത്ത് നടക്കുന്നത്. അങ്ങനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു, ഇവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചില്ല, പീഡിപ്പിച്ചു എന്ന് പറയില്ല, കാര്യം വേറെ ആളുണ്ടാക്കണമല്ലോ. അവിടെ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഇവിടെ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ കേസ് വരും. ഇവനെ ഒഴിവാക്കാൻ വേണ്ടി എന്ത് കേസ് വേണമെങ്കിലും അവൾ കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഇവൻ നരകിച്ച് നാറാണക്കല്ലിളകി ഈ മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്തകൾ പറയുന്നത് പോലെ മുഴുവൻ മീഡിയകളും വാർത്തകൾ നിരത്തി അവളൊരു ഇരയായി ഇവനായിട്ട് പൊങ്കാലായിട്ട് അവനും അവന്റെ കുടുംബവും അവന്റെ ബാക്കി പെങ്ങന്മാരുണ്ടെങ്കിൽ പെങ്ങന്മാരും അവന്റെ വീട്ടുകാരും ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും നാറി അവന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ തലയുയർത്തി നടക്കാൻ പറ്റാതെ നട്ടം തിരിഞ്ഞ് റിമാൻഡിലുമായി പിന്നെ ജയിലിലുമായി പത്രത്തിലും TV-യിലും ഫോട്ടോയുമായി ഈ രീതിയിൽ നടന്ന് നരകിച്ച് പിന്നെയുള്ള ശിഷ്ടകാലം നരകിച്ച് ജീവിക്കുന്നതിനേക്കാളും ഒരു പെണ്ണിനവന് കിട്ടുമോ? നമ്മൾ പറയുമല്ലോ, ഇവിടെ ഒന്ന് പോയെങ്കിൽ പോട്ടെ, 100 അപ്പുറത്തില്ലേന്ന്. ഒരെണ്ണത്തിന് പോലും കിട്ടൂലേ? കാലതാണ്, ഒരെണ്ണത്തിന് പോലും കിട്ടില്ല. അപ്പൊ ആ കാലത്തിൽ ഇമാതിരി നരകിച്ച് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റയടിക്ക് അങ്ങ് ജീവിതം അവസാനിപ്പിക്കാന്ന് ആ ചങ്ങായി വിചാരിച്ചു. അവനാണ് ആൺകുട്ടി, ബുദ്ധി ഉണ്ടായിരുന്നു അവൻ, അതുകൊണ്ടാണ് ചെയ്തത്. കാരണം ഇവിടുത്തെ നിയമ സംവിധാനം അതാണ്. ഇത് തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചത്? വേണ്ട, രാഹുലിലേക്ക് ഞാൻ വീണ്ടും വരാം. ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതൊരു കാമുകന്റെ കാര്യമാണ്. ഇനി എനിക്ക് അറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. ഒരു ഡോക്ടർ, നല്ല സുന്ദര സ്വഭാവമുള്ള ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നന്മയുടെ നിറകടമാണ്. ഞാൻ വെറുതെ തള്ളിവിടുന്നതല്ല. അയാൾ ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സർക്കാർ ഡോക്ടർ ആയിരുന്നിട്ട് കൂടി അദ്ദേഹം മുഴുവൻ മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരാൾ കിടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് അട്ടപ്പാതിരായാലും അയാൾ എഴുന്നേറ്റ് പോയി അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു ഡോക്ടറുടെ എല്ലാ കടമയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അയാളുടെ ഭാര്യയ്ക്ക് ജോലിയില്ലായിരുന്നു. മക്കളെ അയാൾ പഠിപ്പിച്ചു, അയാൾ വളർത്തി, ഇയാൾക്ക് അത്യാവശ്യം ശമ്പളം ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മര്യാദയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ഭാര്യയ്ക്ക് ഒരു ജോലി കിട്ടുന്നു. ആ ഭാര്യയ്ക്ക് ജോലി കിട്ടിയപ്പോൾ പിന്നെ ആ ഭർത്താവ് പോരാ. കാരണം ഭർത്താവിന്റെ 3 ഇരട്ടി ശമ്പളമുണ്ട് ഭാര്യയ്ക്ക്. അതോടുകൂടി തെറ്റി ആകെ പ്രശ്നമായി. ഇയാളെ മുണ്ടെടുത്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കലായി, ബഹളമായി, അവസാനം ഡിവോഴ്സായി. ഇപ്പോഴത്തെ പ്രശ്നം, ലൈവിലെ പ്രശ്നം എന്താണെന്നറിയാം?
ഡിവോഴ്സ് ആകുന്ന സമയത്ത് അതുവരെ ഉള്ള അയാളുടെ മുഴുവൻ സമ്പാദ്യം അയാൾക്ക് കൊടുത്തു, ആ പെണ്ണിന് കൊടുത്തു. അയാൾ കുത്തുപാളെടുത്ത് തെരുവിലിറങ്ങി. എന്നിട്ടും അവള് വെറുതെ വിടുന്നില്ല. അതായത് ഈ കുട്ടികളായി വളർന്ന് വലുതാകുന്നത് വരെ ഒരുമിച്ച് കടന്നു, ഒരുമിച്ചുറങ്ങി, തേനേ പാലേ ചക്കരയുടെ മൂടെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആ പെണ്ണ് അവൾക്ക് സ്വന്തമായ ഒരു വരുമാനമായി കഴിഞ്ഞപ്പോൾ, ഞാൻ പെണ്ണുങ്ങളെ അപമാനിക്കുന്നതല്ല കേട്ടോ, ചില പെണ്ണുങ്ങളുടെ പേരിൽ ചില ആണുങ്ങളായിട്ട് ക്രൂശിക്കുന്ന കാണുമ്പോൾ മറുപടി പറഞ്ഞു പോണതാണ്. അപ്പോൾ ഇത് ലൈവിൽ ഇപ്പം നടക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. കാര്യം ഇതിൽ ഞാൻ ഇടപെട്ട കേസാണ്, അതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. അങ്ങനെ മുഴുവൻ സ്വത്തുക്കളും, അയാളുടെ മുഴുവൻ സ്വത്തുക്കളും ആ പെണ്ണിന് കൊടുത്ത് ആ ബന്ധം ഡിവോഴ്സ് ചെയ്തു. അയാൾ വേറെ വിവാഹം കഴിച്ചു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാളെ ജീവിക്കാൻ സമ്മതിക്കില്ല. ആ ഭാര്യയും അതിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി അടക്കമുള്ള അയാളുടെ കുടുംബം ഒരു നിലയ്ക്കും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം അയാൾ സമ്പാദിച്ച സമ്പാദ്യം എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പെണ്ണ്. അതായത് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ നിയമം വെച്ച് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു പെണ്ണ് നമ്മളോട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എത്ര പ്രിയപ്പെട്ട ചക്കരയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവള് മൂച്ചൂട് നശിപ്പിക്കും. ഇനി രാഹുലിന്റെ കാര്യം ഞാനൊന്ന് പറയാം. രാഹുലിന്റെ നേരെ ഒരുപാട് ഇരകൾ വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുലിന്റെ നേരെ ഇവരൊക്കെ വരുമ്പോ ഇവരൊക്കെ രാഹുലുമായിട്ട് നോക്കി നടന്ന സമയത്ത് രാഹുൽ ഒരു മോശക്കാരനൊന്നും അല്ലായിരുന്നല്ലോ. രാഹുൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു. ആ വേണ്ടപ്പെട്ട ആളായിരുന്നത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രേമിച്ച് നടന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നു. അല്ലെങ്കിൽ രാഹുലിന്റെ വാക്ക് തേനും പാലും ആണെന്ന് വിചാരിച്ചിട്ട് എന്തെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷെ അതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം. അവസാനം ഇങ്ങനെയൊക്കെയായി. ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ അവനെ നശിപ്പിക്കുന്നുള്ള കണ്ട്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈരാഗ്യം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് അവനെ മുച്ചൂട് നശിപ്പിച്ചിട്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടുന്ന ഓട്ടം കണ്ടില്ലേ ഇല്ലേ? ഞാൻ ഈ ചുറ്റുവട്ടത്തും കാണുന്ന ഇത്തരം കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് രാഹുലിനെ അനുകൂലിച്ച് നിൽക്കുന്നത്. അയാൾ ചെയ്ത പ്രവൃത്തി വലിയ മഹനീയമായ പ്രവൃത്തിയാണ് എന്ന് ചിന്തിച്ചിട്ടല്ല. അതായത് ഒരു സൂചി മോഷ്ടിച്ചവന്, അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം മോഷ്ടിച്ചവന് തൂക്കിക്കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല കുറ്റം ചെയ്തത്, അയാളുടെ പാർട്ട്ണറും കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ട്ണർമാരും കുറ്റം ചെയ്തിട്ടുണ്ട്. അയാൾ ചെയ്ത കുറ്റം, ഞാൻ കാണുന്ന കുറ്റം, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു സംശുദ്ധി സൂക്ഷിക്കേണ്ടിയിരുന്നു, അത് അയാൾ സൂക്ഷിച്ചില്ല. അത് മാത്രമാണ് അയാൾ ചെയ്ത കുറ്റം. ബാക്കിയുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇന്ത്യയിലെ ഇന്നത്തെ നിയമ സംവിധാനങ്ങളും അംഗീകരിക്കുന്നതാണ്. മ്യൂച്വൽ കൺസെന്റോട് കൂടി അവർ ബന്ധപ്പെട്ടു, അതിനെന്താ കുഴപ്പം? പിന്നീട് അത് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ പോലീസിന്റെയും അതിന് വിധി പറയേണ്ടത് ഇവിടുത്തെ കോടതി സംവിധാനങ്ങളുടെയും ചുമതലയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേസ് വരും, അതുകൊണ്ട് വിചാരണ വരും, അങ്ങനെ പലതും വരും. അതിനുള്ള വിധി വന്നതിന് ശേഷം മതി ഇവിടെ മാധ്യമങ്ങളും ബാക്കി നാട്ടുകാരും എടുത്തിട്ട് പഞ്ഞിക്കിടുന്നത്. അതല്ലാതെ ഒരു കേസ് വന്ന ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിച്ച് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ മുഴുവൻ അവനെതിരെ തിരിയാൻ, അല്ലെങ്കിൽ വലിയൊരു ഭാഗം മുഴുവൻ അവനെതിരെ തിരിയാൻ വേണ്ടിയിട്ട് അവൻ ഇത്രയും കാലം ചെലവിന് കൊടുത്തിരുന്നത് നിങ്ങളാ? അതോ അവന് തിന്നാനും കുടിക്കാനും എല്ലാം കൊടുത്തവന് വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും ചെയ്ത് മുഴുവൻ നിങ്ങളാണ്? അല്ലല്ലോ. അപ്പൊ നിങ്ങൾക്കത് വിമർശിക്കാനുള്ള ഒരു അവകാശമില്ല. അങ്ങനെ ഒരു അവകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ പുറത്തേക്ക് പറയുന്നുണ്ടല്ലോ, നേതാക്കന്മാരായാലും മറ്റുള്ളവരുമായാലും, നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇന്ന് എന്താണെന്നുള്ളത്. ഒരു പെണ്ണ് വഴിയെ നടന്നു പോയി കഴിഞ്ഞാൽ അവളെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് അവളെ അവയവ ഭംഗി ആസ്വദിക്കാത്ത എത്ര ആൺകുട്ടികളുണ്ടടാ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്? എത്ര എണ്ണുണ്ട്? ഒരുത്തനുണ്ടോ? എന്നാൽ അങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ പെങ്ങന്മാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ ബാക്കിയുള്ളവർക്കും അത് തന്നെയാണ് ഉള്ളത് എന്ന് ചിന്തിക്കുന്ന എത്ര എണ്ണുണ്ട്? മനസ്സിലായോ? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു ചിന്ത ഉള്ളവൻ ഈ പെട്ടുപോണുണ്ടല്ലോ, അവന്റെ ദുഃഖവും കൂടെ കാണും. ഞാനതാ കാണുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പൊതുപ്രവർത്തന നിലയിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കട്ടെ. സെഷൻ കോടതിന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വായിച്ചിട്ടാ പറയുന്നേ. അതുകൊണ്ട് ആ ഉത്തരവ് പ്രകാരം ഹൈക്കോടതിയിലേക്ക് പോയാൽ മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം കോടതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അയാളെ കേസ് വാദിച്ച് ഒരുപക്ഷെ 5-10 കൊല്ലം എടുക്കും. കാര്യം ഒരുത്തന്നെ തകർക്കാൻ വേണ്ടി കുറെ ആൾക്കാർ നിൽക്കുകയാണല്ലോ. ഒരു പരാതിക്ക് പുറമെ പിന്നെ അടുത്ത പരാതി, ഇല്ലാത്തൊരു പരാതി, ശൂന്യതയിൽ നിന്നൊരു പരാതി ഉണ്ടാക്കി വെച്ചേക്കാണ്. ഞാനൊരു ഇമെയിൽ ഇവിടുത്തെ പിണറായിക്ക് അയച്ചിരുന്നു. മനസ്സിലായില്ലേ? ഒരു ഇമെയിൽ ഇവിടുത്തെ പിണറായി സർക്കാരിന്. അതായത് 140 MLA-മാർക്ക് ഞാനൊരു കത്തും കൊടുത്തു, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഒരു ഇമെയിലും കൊടുത്തു. എന്താണെന്നറിയോ? നമ്മുടെ കേരളത്തിലെ ആയിരക്കണക്കിന് ആൾക്കാർ ഉപകാരമുള്ള, കേരളത്തിന് കോടിക്കണക്കിന് രൂപ നികുതി കിട്ടുന്ന ഒരു സംവിധാനത്തിന്
ആ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനിൽ ഒരു ചെറിയ മെനുവിൽ ഒരു മാറ്റം വരുത്താൻ ഓൺലൈൻ ട്യൂഷൻ എന്നൊരു പാർട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരുടെ പാൻ കാർഡും അതുപോലെ ആധാർ കാർഡും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈസൻസ് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ കുറെ എണ്ണം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേനെ. ഏത് ഉദ്യം ചെയ്യുന്ന പോലെ ഒരുത്തരും മൈൻഡ് ചെയ്തില്ല. 140 MLA-മാരിൽ TV ഇബ്രാഹിം ഒഴികെ വേറെ ആരും അത് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഒരു മെയില് വന്നപ്പോൾ ഇത്രയും കൊട്ടിഘോഷിക്കാമെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിനും ഈ കേരളത്തിനും ഭാവിക്ക് മുഴുവൻ ഉപകാരപ്രദമായ ഒരു മെയില് പോയിട്ട് തിരിഞ്ഞു നോക്കാത്ത ഈ ചെന്നായ്ക്കളാണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരുത്തനെതിരെ ഏതോ ഒരു മെയിൽ ഇതെന്ന് പറഞ്ഞപ്പോൾ പൊക്കി പിടിച്ചുകൊണ്ട് വീണ്ടും FIR പൊക്കി പിടിച്ചുകൊണ്ട് അവന്റെ മുൻകൂർ ജാമ്യം ഇല്ലാതാക്കാൻ വേണ്ടി കോടതിയിലേക്ക് എത്തിയത്. ഇത് ഗൂഢാലോചനയാണെന്നേ. ഇത് പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, പീഡനമൊന്നുമല്ല. ഒരാണും പെണ്ണും കൂടി അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് എങ്ങോട്ടും പോയി എങ്ങനെയും വന്ന് അവർക്ക് തോന്നിയതുപോലെ പോയി എല്ലാം ചെയ്ത് ആഘോഷിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം അവസാനം ആർക്കെങ്കിലും ഒരാൾക്ക് മടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ മടുത്ത് പിരിയുമ്പോൾ അവിടെ ആണ് മാത്രം കുറ്റക്കാരനാകുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നേരത്തെ ഒരു ചൊല്ലുണ്ടായിരുന്നത് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്നായിരുന്നു. ഇന്നത് തെറ്റാണ്, മുള്ളിനാണ് കേട്. എങ്ങനെയായാലും മുള്ളിനാണ് കേട്. അതായത് ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് വളരെ വളരെ ഐക്യത്തോടെ കിടന്നുറങ്ങുന്ന ദമ്പതികൾ അവർ തമ്മിൽ തെറ്റുമ്പോൾ ആ പുരുഷൻ മാത്രം കുറ്റക്കാരനാകുകയും ആ പുരുഷന്റെ സകല സമ്പാദ്യം അടിച്ചെടുക്കുകയും അവനെ കുത്തുപാള എടുക്കുകയും അവനെ ആത്മഹത്യ ചെയ്യിക്കുന്ന ഒരു പെണ്ണായി അപ്പുറത്ത് മാറുന്നുണ്ടെങ്കിൽ അവളെ സംരക്ഷിക്കാനാണ് ഇവിടെ നിയമം എന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ പറയുന്നത് 100% ശരിയാണ്. ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ വേണം, പുരുഷന് വേണ്ടി സംസാരിക്കാനും ആള് വേണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ കാണിക്കുന്ന ഇതുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, അതിനൊന്നും ഇവിടെ ആവശ്യമൊന്നുമില്ല. അയാൾ രാഷ്ട്രീയത്തിൽ വേണം, അയാൾ ഈ സമൂഹത്തിൽ വേണം. നല്ല കഴിവും പ്രാപ്തിയുള്ള നല്ല ചെറുപ്പക്കാരനാ. അതുകൊണ്ട് തന്നെ അയാള് ഒരു പുണ്യാളനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ സമൂഹത്തിൽ വേണം. പക്ഷെ പുണ്യാളന്മാരായിരിക്കണം അവനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ. അതുകൊണ്ടാണ് ഞാൻ രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. അയാളെ ഇനി ഒരു നല്ല മനുഷ്യനായി ഒരു സമൂഹത്തിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ? എത്ര ആൾക്കാർ നന്നായി ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പെരിങ്കള്ളനെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ച അവസാനം കർണാടകയിൽ പോയി MLA ആകാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് തലേന്ന്, എതിരില്ലാത്ത തെരഞ്ഞെടുക്കുമായിരുന്നു അയാള്. അതിന് തൊട്ട് തലേന്ന് പിടിച്ചുകൊണ്ട് വന്ന് അയാളെ ജയിലിലിട്ട് ഇടിച്ച് കൂമ്പുകാട്ടി. ഇപ്പൊ അയാളെ അവസ്ഥ എന്താ? അയാൾ ആ കടന്റെ അവസ്ഥ വളരെ വിശദമായിട്ട് പുസ്തകം എഴുതി, അതിന്റെ റോയൽറ്റി കൊണ്ട് അയാൾ ജീവിക്കുന്നുണ്ട്. ഇവിടെ അവാർഡുണ്ട്, വളരെ സ്വീകാര്യമായ സ്ഥാനമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോ മനസ്സിലായില്ലേ? അപ്പൊ ഏതൊരു വ്യക്തിയും നന്നായി കഴിഞ്ഞാൽ നന്നായി ജീവിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും ആ സമയത്തും അവനെ കള്ളൻ എന്നുള്ള പേരുണ്ടല്ലോ, അത് വിളിക്കാൻ നമുക്ക് ഒരു ഉളുപ്പില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം നമ്മുടെ ആരും വീട്ടിൽ വന്നിട്ടില്ല, വേറെ ഈ 3.5 കോടി ജനങ്ങൾ മറ്റാരും വീട്ടിൽ വന്നിട്ടില്ല. രാഹുൽ കൺസേൺ ചോദിച്ചവരോടൊക്കെ ഒരുപക്ഷെ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ പോയിട്ടുണ്ട്. അവസാനം രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മാത്രം കുറ്റക്കാരനാകുമ്പോൾ അതിനങ്ങോട്ട് നിന്നു കൊടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. 2 കൈ കൂട്ടി അടിച്ചാലേ ഒച്ച ഉണ്ടാവുള്ളൂ. ഒരു കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒച്ച കേൾക്കില്ല. എങ്ങനെ അടിച്ചു നോക്കിയിട്ട് ഒച്ച കേൾക്കണില്ല എന്നേ. Different angles. Don't forget to subscribe and support this channel.